എനിക്ക് നാളെ മ്യൂസിക് ക്ലാസ് ഉണ്ട്. എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല. നീ പഠിക്കാൻ വന്നതിൽ പിന്നെ ആ മ്യൂസിക് ടീച്ചറുടെ മുഖം ഒന്ന് കാണണം. എപ്പോഴും ഒരു സങ്കടാ. പിന്നെ നീ വലിയ യേശുദാസ് അല്ലേ? യേശുദാസ് അല്ലെങ്കിലും ആരെയും പാടി വെറുപ്പിക്കാറില്ല. ഞാൻ പാട്ടു ക്ലാസ്സിൽ ചേരാൻ തുടങ്ങിയതിനു ശേഷം അച്ഛൻ വലിയ സന്തോഷത്തിലാ. ആണോ? പിന്നെ ഞാൻ രാവിലെ സാധകം ചെയ്യാറുണ്ടല്ലോ. ഓ, അത് കേട്ടിട്ടാണോ നിന്നോട് ഇത്രയും വലിയ ഇഷ്ടം? ഏയ് അല്ലല്ല, അതല്ല കാരണം. പിന്നെ എന്താ? ഇവൻ സാധകം തുടങ്ങിയതിനു ശേഷം ഇവന്റെ വീട്ടിലുണ്ടായിരുന്ന എലിശല്യം ഇല്ലാതായി. പെരിച്ചാഴിയും ഫാമിലിയും കൂടും കുടുക്കിയെടുത്ത് സ്ഥലം വിട്ടു. പിന്നെ പാറ്റ, മൂട്ട, കൊതുക് ഇപ്പൊ ഒന്നുമില്ലത്രേ. എടാ ടിൻഡു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല, നീ എന്താടാ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? ചുമ്മാ ഒരു ലീവ് അങ്ങ് എടുത്തു. ഇടയ്ക്കൊന്ന് എടുക്കണ്ടേ? ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? നീ വരാതായാൽ അവര് നല്ലതേ വിചാരിക്കൂ. വരാഞ്ഞത് നല്ല നഷ്ടായി മോനെ. എന്തായിരുന്നു ക്ലാസ്? നമ്മുടെ പുതിയ സാറില്ലേ, പുള്ളി എന്തൊക്കെ ഉപദേശം തന്നറിയോ? ഓ, ഉപദേശം. അത് കേൾക്കാനാണോ? എന്നാ നീ എന്റെ വീട്ടിലോട്ട് വാ. അച്ഛനും അമ്മയ്ക്കും ഇത് തന്നെയാ പണി, ഫ്രീ ഉപദേശം. ഇത് അങ്ങനത്തെ ഉപദേശമല്ല മോനെ. പുള്ളി പറയാ, നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോവുമെന്ന്, മോശം കാര്യങ്ങൾ ചെയ്താൽ നരകത്തിൽ പോവെന്നും പറഞ്ഞു. ഇനി മാഷെ കണ്ടാ ചോദിക്കണം, എന്ത് കാര്യങ്ങൾ ചെയ്താലാ ഒന്ന് വീഗാലാൻഡിൽ പോവാൻ പറ്റുക? അല്ല പിന്നെ. മാഷ് ഉപദേശം മാത്രമല്ല, നല്ല നല്ല കുസൃതി ചോദ്യവും പറഞ്ഞു തന്നു. ഇനി മാഷ് പറഞ്ഞു തന്നൊരു കുസൃതി ചോദ്യം ചോദിക്കാം. സൂപ്പർ ചോദ്യമാ. നീ ആദ്യം പറ, എന്നിട്ട് തീരുമാനിക്കാം സൂപ്പർ ആണോ കോപ്പർ ആണോ എന്ന്. ഓക്കേ, 2 താറാവുകൾ വെള്ളത്തിൽ നീന്തുകയാണ്. അതിൽ ഒരു താറാവ് പറയാ, ഞങ്ങൾ 4 പേരുണ്ടെന്ന്. മറ്റേ താറാവ് പറയാ, ഞങ്ങൾ 8 പേരുണ്ടെന്ന്. അതെന്താ അങ്ങനെ? 2 താറാവ് നീന്തുന്നത് ചീത്ത വെള്ളത്തിലാണോ നല്ല വെള്ളത്തിലാണോ? നല്ല വെള്ളത്തിൽ. എനിക്ക് തോന്നി 2 നല്ല വെള്ളത്തിലാണെന്ന്. പിന്നെ അങ്ങനെയൊക്കെ തോന്നില്ലേ?